എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങൾ പോയത്. കൊല്ലം ജില്ലയിൽ കായംകുളത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിലായി ദേശീയപാതയ്ക്ക് അരികിൽ 22 ഏക്കറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിന് ഉള്ളിലേക്ക് കടക്കുന്നത് ഈ 2 ഇരട്ട ഗോപുരങ്ങൾ വഴിയാണ്. നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഗണപതി കോവിലാണ്. ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ അമ്പലത്തിലേക്കും പോകുന്നത്. ശരിക്കും ഈ ഓച്ചിറ അമ്പലത്തിൽ വരാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം വൃശ്ചിക മാസത്തിലാണ്. നമ്മുടെ ശബരിമല അമ്പലത്തിൽ വൃശ്ചിക മഹോത്സവം നടക്കത്തില്ലേ, അതേ ടൈമിൽ ഓച്ചിറയിലും 1 തൊട്ട് 12 ദിവസം വരെ ഈ മഹോത്സവം ഇവിടെ നടക്കാറുണ്ട്. ആ ടൈമിൽ വരുമ്പോൾ ഇവിടെ ഫുള്ള് കടകളായിരിക്കും. ഈ ഓച്ചിറ അമ്പലത്തിൽ ഉത്സവത്തിന് വന്നിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോകാനാണ് ഏറ്റവും രസം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് മേടിച്ച വളയും മാലയും പുതിയ ഒത്തിരി സാധനങ്ങൾ കിട്ടും. അതെല്ലാം വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് സ്കൂളിൽ പോകണം. ഇപ്പം സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ടായിരിക്കും ഇപ്പം മറ്റു പല സാധനങ്ങളിലാണ് കണ്ണുടക്കിയത്. അതാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പം സാധനം മേടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ഞാനും പിള്ളേരും അമ്മയും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് സമയം എടുക്കത്തുള്ളൂന്നും പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷേ പിന്നെ സുന്ദരേട്ടൻ വന്നപ്പോഴാണ് അറിയുന്നത് കുറേ സമയം അങ്ങ് പോയെന്ന്. വിശാലമായ മണൽപ്പരപ്പാണ് ചുറ്റും. നല്ല പഞ്ചസാര കൂട്ടത്തെ മണലാണ്. പക്ഷെ അന്ന് ഞങ്ങൾ പോയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു. പക്ഷെ അത്രയ്ക്ക് വെയിലുണ്ടെങ്കിലും എന്താണെന്നറിയത്തില്ല, നമുക്കൊരു ക്ഷീണം തോന്നത്തില്ലേ. അന്നദാനമാണ് ഓച്ചിറ അമ്പലത്തിലെ ഏറ്റവും വലിയ വഴിപാട്. ഈ വഴിപാട് എല്ലാ ദിവസവും ഈ അമ്പലത്തിൽ നടത്തുന്നതാണ്. നമുക്ക് ആ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്തൊരു മുസ്ലിം പള്ളിയും കാണാം. അത് കണ്ടപ്പോൾ അതോടെ ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. വലിയ മൈതാനമാണ് ചുറ്റും. ഇവിടെ നമുക്ക് കിഴക്കും പടിഞ്ഞാറുമായിട്ട് 2 വലിയ ആൽത്തറകൾ കാണാം. ഈ ആൽത്തറയിൽ പരബ്രഹ്മം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. പക്ഷേ മറ്റമ്പലത്തിലെ പോലെ നമുക്ക് ഇവിടെ പ്രതിഷ്ഠയോ പൂജാതി കർമ്മങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് കിഴക്കേ നടയിലെത്തി. അവിടെ എത്തുമ്പോൾ നമുക്ക് അലങ്കരിച്ച് നിർത്തിയേക്കുന്ന നന്ദികേശനെ കാണാൻ പറ്റും. ശിവൻ്റെ വാഹനമായതിനാൽ നന്ദികേശന് അത്രയേറെ പ്രാധാന്യമുണ്ട്. നമ്മളെല്ലാം തൊട്ട് വന്നിച്ചിട്ട് വേണം ബാക്കിയുള്ള ഭാഗത്തോട്ടെല്ലാം തൊഴാൻ പോകാൻ. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് ജലധാര, കരിക്കുധാര, കൂവളത്തുമാല എന്നിവയൊക്കെയാണ്.
എന്താണെന്നറിയത്തില്ല, എവിടെ പോയാലും ഈ ആമ്പലും ഈ താമരയൊക്കെ കാണുമ്പോൾ അതെല്ലാം എൻ്റെ കണ്ണിലുടക്കും. പിന്നെ അവിടെ നിന്ന് കുറേ നേരം അതിൻ്റെ ഭംഗി ആസ്വദിച്ചു. പക്ഷേ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് നമുക്ക് വിരിഞ്ഞത് കാണാൻ പറ്റിയില്ല. പടിഞ്ഞാറേ ആൽത്തറയ്ക്ക് വടക്ക് ഭാഗത്താണ് ഒണ്ടിക്കാവ്. പരബ്രഹ്മം ഉണ്ട് ഈ കാവിൽ എന്നത് ലോപിച്ചാണ് ഒണ്ടിക്കാവ് ആയത് എന്നാണ് ഐതിഹ്യം. ഇവിടെ നിറയെ ചുറ്റും തണൽ മരങ്ങളാണ്. ഈ തണൽ മരങ്ങളെല്ലാം ഒരു മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുമുണ്ട്. പിന്നെ ഇവിടെ സർപ്പദൈവങ്ങൾക്കാണ് പ്രാധാന്യം. നമ്മുടെ സർപ്പദോഷങ്ങൾ മാറാനെല്ലാമായിട്ട് ഇവിടെ നമുക്ക് പുഴുവന്മാരെ കൊണ്ട് പാടിക്കാനും സാധിക്കും. അതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അപ്പോൾ അവിടെ എല്ലാം തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴാണ് പുണ്യ പൂങ്കാവനെന്നും പറഞ്ഞൊരു പാർക്ക് പോലുള്ളൊരു സംഭവം കണ്ടത്. അപ്പോൾ എന്താണെന്ന് കരുതി അതൊന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ധാരാളം മരങ്ങളാണ് നിൽക്കുന്നത്. ആ മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നാളുകാർക്കും ഓരോ മരങ്ങളില്ലേ, അതനുസരിച്ച് ആ നാളിൻ്റെ അനുസരിച്ച് ആ മരങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു പാർക്കിൻ്റെ ആ ഒരു ഭംഗി എടുത്ത് കാട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും അതിൻ്റെ ക്ലെൻലിനെസ്സാണ്. പിന്നെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നന്ദികേശൻ്റെ ഒരു വിഗ്രഹവും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു നൈറ്റ് ടൈം അവിടെ വന്നിരുന്നെങ്കിൽ ആ പാർക്കിൻ്റെ ശരിക്കുള്ള ഭംഗി ഒന്നുകൂടെ കാണാം. കുറേ ലൈറ്റ് സെറ്റിങ്സും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.